സോറി, ബുദ്ധിമുട്ടായില്ലേ? ഇറ്റ്സ് ഓക്കെ. എന്താ കാര്യം? അച്ഛനെ കുറിച്ച് തയ്യാറാക്കാമെന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ. അതെ, ഈ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമൊന്നുമല്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പല അസൈൻമെന്റ് കൂട്ടത്തിൽ ഒന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാനിത് ആദ്യമായിട്ടൊന്നുമല്ല കലാകാരന്മാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. അയ്യോ മിസ്റ്റർ പ്രകാശ്, കർണാടക സംഗീതത്തിൽ അതിപ്രഗത്ഭരായ ത്യാഗരാജ ഭാഗവതർ, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ, സുബിൻ മേത്ത, വയലാർ, കണ്ണദാസ്, കുന്നക്കുടി വൈദ്യനാഥൻ, വയലിൻ. എന്തിന് കഴിഞ്ഞ ആഴ്ച യേശുവാസിനെ വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തുള്ളൂ. പക്ഷെ അവരെല്ലാം വളരെ മാന്യമായ രീതിയിലാണ് എന്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. തന്റെ അച്ഛനെന്നോട് കാണിച്ചതേ വെറും ചീപ്പ് ജാടയാ. കഴിഞ്ഞോ? പ്രകാശിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ കാണണമെന്ന് പറയുമായിരുന്നില്ല. എനിക്ക് പ്രകാശിനെ അറിയാം. ഐ മീൻ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഏറ്റവും അവസാനത്തെ ആ ചിൽഡ്രൻസ് പ്രോഗ്രാം വരെ. അന്ന് വീട്ടിൽ വെച്ച് കണ്ടപ്പോ എന്റെ അഭിനന്ദനങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിനു മുൻപ് അച്ഛനെ കുറിച്ചുള്ള പ്രോഗ്രാമിന്റെ ഐഡിയ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വലിയ ജാടയൊന്നും കാണിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് നിമിഷം റെഡിയാ. ഞാൻ വാക്ക് തരുന്നു. അപ്പോ ഞാൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ല, എവിടെ താമസിക്കുന്നു പറഞ്ഞ? ഹോസ്റ്റൽ? എനിക്ക് മെഡിക്കൽ കോളേജിനടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ ഇനി എങ്ങനെ പോവും? നല്ല ചോദ്യം. കാറുള്ള ആൾക്ക് ഒരു ലിഫ്റ്റ് തന്നൂടെ? വാ വാ. ആദ്യമായിട്ട് വന്നല്ലേ, വരൂ, ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാം. ഇല്ല, പോട്ടെ. വരുന്നേ. വരൂ. കൃഷ്ണ ഒറ്റയ്ക്ക് എവിടെ? അല്ല, ആരാ കൂട്ടിന്? പ്രകാശ്. ഞാൻ വരുന്നതിന് മുമ്പും പോയതിനു ശേഷം പലർക്കും അത്ഭുതമായിരുന്നു. പ്രകാശ് ചോദിച്ച പോലെ എല്ലാരും ചോദിക്കും. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല. ബോംബെയിൽ ജനിച്ചു വളർന്നുകൊണ്ടാവാം. പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ്. ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരുമില്ല. ആഴ്ചയിൽ 5 ദിവസം കുട്ടികളുടെ കൂടെ, 2 ദിവസം അച്ഛൻ്റെ കൂടെ. ഓ, ഐ ആം സോറി. പ്രകാശ് ഇരിക്കൂ, ഞാൻ നല്ല ചൂട് ചായ ഉണ്ടാക്കാം. അമ്മ 4 വർഷം അമ്മ മരിച്ചിട്ട്. കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛൻ്റെ കൂടെ അമ്മയായിരുന്നു. പൂനെയിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവിടെ വെച്ച് തന്നെ. അതോടെ അച്ഛൻ സംഗീതം നിർത്തി. ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛൻ്റെ മനസ്സ് മാറിയില്ല. അച്ഛന് കഴിയില്ല, അതായിരുന്നു സത്യം. അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛന് ഫസ്റ്റ് അറ്റാക്ക് വന്നു. എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന്. അച്ഛന് വളരെ മാറ്റം വന്നു. ഓ, പ്രകാശിന് ചായ തണുത്തു. ഞാൻ ബോറടിപ്പിച്ചോ? പ്രകാശ്, ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും. ഒരാഗ്രഹമേ എനിക്കുള്ളൂ, ഒരിക്കൽ കൂടി
അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം. എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പൊതച്ച് സ്റ്റേജിലൊന്ന് കാണാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാം. ധാരാളം പേര് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ചു വരുമെന്ന് കാണാൻ. ഞാൻ കൃഷ്ണയെ വിളിക്കാം. പറ്റേ? ശരി, പറ്റേ? ഓക്കെ. നീയോ? ആ, ഞാൻ തന്നെ. എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നു. എന്താ ഒന്ന് വന്നൂടെ? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. വാ. പാട്ടും കൂത്തും ബഹളം. മുറിയുടെ ഒരു കോലം കണ്ടില്ലേ? മുറിയുടെ കോലം പോട്ടെ, നീ എന്റെ കോലവും നോക്ക്. നീ പോയ പിന്നെ ഞാൻ നേരെ ചൊവ്വേ ഭക്ഷണം കഴിച്ചിട്ടില്ല. ആഹാരമില്ല, വെള്ളമില്ല, വായുവില്ല. എന്നാൽ അല്പം സ്നേഹം തരാൻ ആരെങ്കിലും അതുമില്ല. മനുഷ്യ ഇവിടെ കത്തി കരിഞ്ഞിരിക്കുക. മനസ്സിലൊക്കെ പോയി. ദാ ഇവിടെ. ഒരു കുഴപ്പമില്ല, മുമ്പത്തേലും നന്നായിരിക്കുക. ദുഷ്ടേ, നീ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടിരിക്കുന്നത്? ചോക്ലേറ്റോ കാഡ്ബറീസോ? മോന് ഫാരക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കലക്കി തരട്ടോ? എന്താ അത് നിന്ന് പരുങ്ങ, സത്യം പറ. മദ്യം. നീ ഇല്ലാത്തിന്റെ വിഷമം തീർക്കാൻ എനിക്കിതിനെ ആശ്രയിക്കേണ്ടി വന്നു. കൊല്ലും ഞാൻ. ഈ കഴുത് മണത്ത് നോക്ക്, കരിങ്ങാലിയുള്ള. ഇനി മോളത്തെ സ്ഥിതി എന്താ നോക്കട്ടെ. അയ്യോ, എന്താ? നീ അറിഞ്ഞില്ലേ? ഇല്ല. ഇങ്ങെടുത്തോന്നേ. ഒരാഴ്ചയായില്ലേ കുട്ടാ? നാറുന്നു. കുളിക്കാറില്ലേ? പോയി കുളിച്ചിട്ട് വാ. ഇപ്പൊ കുളിക്കാൻ പോലെ. ഇതിനൊരു നേരവും കാലവും ഇല്ലേ? അയ്യടാ, ഇതിന് നേരവും കാലം നോക്കിയാൽ കണിയാരെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. നീ ഇഞ്ഞ് വാ കുട്ടോ. കുറച്ചുകൂടെ അവർ ജോണ. ആ ആ വല്ലപ്പോഴും എടുത്ത് ഒന്ന് പൊടി തട്ടി കളയുക, ശ്രുതി നോക്കുക, തീർന്നു. മ്യൂസിക്കുമായിട്ടുള്ള അച്ഛന്റെ ബന്ധം ഈ നിലയിലായിരിക്കുക. ആര് പറഞ്ഞു? അങ്ങനെയാവാൻ കഴിയോ കൃഷ്ണ? എനിക്ക് സമ്മതിച്ചു. പക്ഷേ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴേ അതിന് പൂർണ്ണതയുണ്ടാവുള്ളൂ. അത് എന്താ നിന്റെ ഭാവം? തർക്കിക്കാനാണെങ്കിൽ ഞാനില്ല. അച്ഛന്റെ ഫീലിങ്സ് എനിക്കറിയാം. വീണ്ടും പാടാൻ ഞാൻ നിർബന്ധിക്കുകയല്ല. അച്ഛനെ കൂട്ടീന്ന് ഒന്ന് പുറത്തിറങ്ങി കാണാൻ വേണ്ടിട്ടാ. എന്റെ മോളെ, നിനക്ക് എന്താ വേണ്ടത്? പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം. പ്രകാശം? ഏത് പ്രകാശ്? ആ അതെ, അന്ന് വന്ന് ആ ടിവിയിൽ വർക്ക് ചെയ്യുന്ന. ആ, അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്ക അയാൾ. എനിക്കിനി അതൊന്നും വയ്യ മോളെ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാലോ. റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ? ഒന്നും പറ്റില്ല. ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാരറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ അച്ഛാ? ഇതുവരെ റെഡിയായില്ലേ? അവരിതെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഞാൻ എപ്പോഴേ റെഡിയായി. ഇതാണോ വേഷം? എന്താ ബോധിച്ചില്ലേ? അയ്യ,
നല്ല ശേല്. അവർക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടതേ വെള്ളിമന കോലത്തെ ആദിത്യവർമ്മയല്ല, കേരളത്തിൽ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും